ഈ കർക്കിടക മാസത്തിന് മഴക്കാലത്തും രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ദേഹരക്ഷയ്ക്കും എല്ലുകൾക്ക് ബലം കൂട്ടാനും തലമുടി തഴച്ചു വളരാനും സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും പറ്റിയ നല്ലൊരു എള്ള് ഉണ്ടയുടെ റെസിപ്പിയാണ്. ഇതിൽ പഞ്ചസാര ശർക്കര ഒന്നും തന്നെ ചേർക്കുന്നില്ല, ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. ഈന്തപ്പഴം അരച്ച് വഴറ്റി സോഫ്റ്റ് ആക്കേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല. ഈസി ആയിട്ട് ഒരു ടിപ്പ് കാണിക്കുന്നുണ്ട്. ദിവസം ഒരു എള്ളുണ്ട കഴിച്ചാൽ മതിയാകും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ചൂട് കട്ടിയുള്ള ഒരു പരന്ന ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് എള്ള്, ഇത് 100 ഗ്രാം വരുന്നുണ്ട്. കറുത്തെള്ള് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി. നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീയെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. എള്ള് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1-2 ഇങ്ങനെ പിരിപിരാന്ന് പൊട്ടാനായിട്ട് തുടങ്ങും. അത്രയും മതി. ഒരുപാട് അങ്ങ് മൂപ്പിച്ച് കരിഞ്ഞു പോകരുത്. ഇതായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് നിരത്തിയിടുക, ഒന്ന് ആറി വരട്ടെ. വീണ്ടും അതേ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 80 ഗ്രാം ചുവന്ന അവലാണ് എടുത്തിട്ടുള്ളത്, മട്ടേരിയുടെ അവൽ. ആ 1 കപ്പ് ഫുള്ളായിട്ടില്ല, ഒരു 2-3 സ്പൂൺ മാറ്റിയിട്ടുണ്ട്. അത്രയും ഒരു 80 ഗ്രാമായിട്ട് വരും. ഞാൻ എല്ലാം ഒരേ ബൗളിൽ തന്നെയാണ് എടുക്കുന്നത്. ഈ ഒരു ബൗള് 250 ml 1 കപ്പിൻ്റെ അളവ് തന്നെയാണ്. അവലെടുക്കുമ്പോൾ അതിൽ നെല്ലിൻ്റെ തൊലി, ചെറിയ ചെറിയ പീസുകൾ, പതിര് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഒക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കുക. തീ അല്പം കുറച്ച് വെച്ചുകൊണ്ട് നന്നായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഒരു എള്ളുണ്ട് കുറച്ച് നാളത്തേന് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അതുകൊണ്ട് എല്ലാം നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതും പാകമായിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഓരോന്നും വേറെ വേറെ ആയിട്ട് മാറ്റി വെക്കണേ. വീണ്ടും അതേ കപ്പിൻ്റെ 1/2 കപ്പിനടുത്തായിട്ട് എടുത്തിട്ടുണ്ട് 50 ഗ്രാം ബദാം. ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതുമായിട്ടുണ്ട്. ഒരു ബദാം എടുത്ത് കയ്യിൽ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഉള്ളു നല്ലവണ്ണം ചൂടായിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ ബൗളിൽ തന്നെ 1/2 കപ്പിനടുത്തായിട്ട് എടുത്തിട്ടുണ്ട് പംകിൻ സീഡ്. ഇനി ഇതിലോട്ട് 1-2 സ്പൂൺ സൺഫ്ലവർ സീഡ് ചേർക്കുക. ഇത് രണ്ടും കൂടെ ചേർന്നാണ് 50 ഗ്രാം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഫ്ലേവറിനായിട്ട് ഞാൻ ഏലക്ക ചേർക്കുന്നുണ്ട്. ഒരു 3 ഏലക്കയുടെ കുരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അതോടെ ചേർത്തൊന്ന് ചൂടാക്കി എടുക്കാമേ. ഇത് തീ കുറച്ച് വെക്കുക. ഇത് പെട്ടെന്ന് ചൂടാകും. ഇതാ നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതും ഇനി മാറ്റി വയ്ക്കാം. ഇനി അതേ കപ്പിന് 1 കപ്പ് തേങ്ങ തിരുമിയതെടുത്തിട്ടുണ്ട്. തീയെ നല്ലവണ്ണം കുറച്ച് വെച്ചാൽ മതി. ചൂട് കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ് നേരത്തോളം ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ ചെറിയ പീര പോലും ഒട്ടും ബ്രൗൺ ആകരുത്. ആ വെള്ളമയം ഒന്ന് വറ്റിയാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ആ നനവ് മാറിയാൽ മതി. ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയാലും ചേർത്താൽ മതി. അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരുവേ. ഇതും പാകത്തിനായിട്ടുണ്ട്. ഇതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് പൊടിച്ച് വയ്ക്കാം. ആദ്യമേ അവൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഇനി ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി വേറെ പാത്രം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഫ്രൈ പാൻ തന്നെ എടുത്തിട്ടുണ്ട്, അതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി പംകിൻ സീഡ് പൊടിക്കാം. ഇത് പൊടിച്ചെടുത്തപ്പോഴേ നല്ലൊരു മണമായിരുന്നേ. ആ ഏലക്കായോടെ ചേർന്ന് പൊടിച്ചപ്പോഴുള്ള ആ ഒരു മണം. ഇതെല്ലാം തണുത്തിട്ടുണ്ടായിരുന്നു. തണുത്തതിന് ശേഷമാണ് ഞാൻ പൊടിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് തന്നെ പൊടിക്കണം. പലത് പൊടിയുന്നതിന് സമയവും പല രീതിയിലാണല്ലോ. അത് തന്നെയല്ല, നമ്മൾ ഉരുട്ടിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിഞ്ഞിരിക്കണേ. അപ്പം നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. പീസാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തള്ളി നിൽക്കും. അത് തന്നെയല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതാ എള്ളിലൂടെ പൊടിച്ചുകൊണ്ട് വരാം. വെള്ള എള്ളും ചേർക്കേണ്ടവർക്ക് ഒരല്പം ചേർക്കാം. പക്ഷെ കറുത്ത എള്ളാണല്ലോ കൂടുതൽ ആരോഗ്യപ്രദം. മധുരത്തിന് പകരമായിട്ട് ശർക്കര വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഈ ഒരു 200 ഗ്രാം ശർക്കര എടുത്തിട്ട് ഒരു തവി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ട് നല്ലവണ്ണം അരിക്കണം. കല്ലും കട്ടയൊക്കെ മാറ്റി അരിച്ചെടുക്കുക. ഒറ്റനൂൽ പരുവം എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ആക്കരുത്. അങ്ങനെ ആക്കി കഴിയുമ്പോൾ ഒത്തിരി അങ്ങോട്ടലുണ്ടാവും. തേങ്ങായും ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്ലേവറിനായിട്ട് ചേർക്കുന്നത് ഞാൻ ചുക്കാണ് ചേർക്കുന്നത്. ഒന്നുകിൽ ചുക്ക് പൊടിയായിട്ട് ചേർക്കുക, ഇല്ലെങ്കിൽ ചെറിയ ഗ്രേറ്റർ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഉരച്ചെടുത്താൽ മതി. ഏകദേശം 1/4 സ്പൂൺ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചുക്ക് പൊടി ചേർക്കാം. ഒരു 2 നുള്ളു ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ നെയ്യ്, 1-2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ജീരകപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ജീരകപ്പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതാ മധുരത്തിന് എടുത്തിരിക്കുന്നത് ഈന്തപ്പഴമാണ്. ഞാനിതൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരം അനുസരിച്ച് എടുക്കുക.
ഞാനിത് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറിയ പീസുകളാക്കി എടുത്തതിന് ശേഷം ഒരു പരന്ന പാത്രത്തിൽ നിരത്തിയിട്ടിട്ട് ഫ്രീസറിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കരുത്, ഫ്രീസറിൽ വെക്കുക. ഒരു 4-5 മണിക്കൂർ നേരത്തേന് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നല്ലോണം കട്ടിയായിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാറെടുത്ത് ഫ്രീ ആയിട്ട് അതൊന്ന് കിടന്ന് ചുറ്റണം. അതിന് വേണ്ടി വലിയ ജാറെടുത്തിട്ടുണ്ട്. വെളിയിൽ കുറച്ച് നേരം വെക്കരുത്. ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ലവണ്ണം ഇത് പൊടിഞ്ഞ് വരുന്ന പോലെ ചെറിയ പീസാക്കി വരുവേ. ഇതിപ്പോൾ അത്ര അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും ഒന്ന് തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അവൽ പൊടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, അതിനകത്തൊന്ന് 3-4 അല്ലെങ്കിൽ ആ മൊത്തം അവലോ ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ചാൽ മതി. കുറച്ചുകൂടി നല്ലവണ്ണം ഇത് അരഞ്ഞു വരും. ഇനി ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൈയൊക്കെ നല്ലോണം കഴുകി ഡ്രൈ ആയിരിക്കണേ. കുറച്ച് ദിവസത്തേനൊക്കെ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന പാത്രം, വെക്കുന്ന പാത്രം, സൂക്ഷിച്ച് വെക്കുന്ന പാത്രം ഇതെല്ലാം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ആദ്യം ഈ പൊടികളും ആ നെയ്യൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏലക്ക ഇഷ്ടമില്ലാത്തവർ ചുക്കുപൊടി മാത്രം വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇല്ലെങ്കിൽ ചുക്കും ജീരകവും കൂടെ ചേർക്കാം. അല്ലെങ്കിൽ ഇത് 3ഉം കൂടെ വേണമെങ്കിലും ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള മണവും രുചിയും അനുസരിച്ച് ചേർക്കാം. ഇതൊന്നും ചേർക്കാതെ ആയാലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിലും ഒഴിക്കാം. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നുട്ടല്ല പോലൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ ഇതുപോലെ നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ മിക്സിയുടെ വലിയ ജാറുണ്ടല്ലോ, അതിലോട്ട് 1-2 ബാച്ചാക്കി ഇട്ടിട്ട് ഒന്ന് പൾസ് മോഡിലിട്ട് എടുത്താലും മതി. അപ്പോൾ ഈവൻ ആയിക്കോളും മിക്സിങ്. ഇനി ഇത് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഉരുട്ടി തന്നെ എടുക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് കഴിക്കാം. ഇല്ലെങ്കിൽ പരന്ന പാത്രത്തിനകത്തോട്ട് നല്ലോണം പ്രസ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് സ്ക്വയറിൽ. പിന്നെ കുട്ടികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനാണെങ്കിൽ കുക്കീസ് കട്ടർ കിട്ടുമല്ലോ, പല ഹാർട്ട് ഷേപ്പിലെയും പൂ ഷേപ്പിലെയൊക്കെ, അതിൽ വെച്ച് പ്രസ് ചെയ്തെടുത്താലും മതി. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈസി റെസിപ്പിയല്ലേ ഇത്. ആ ഡേറ്റ്സ് മാത്രം കട്ട് ചെയ്ത് ഒരു 5-6 മണിക്കൂർ നേരത്തെ ഫ്രീസറിൽ വെക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. ഈ ഒരളവിൽ ഒരു 14-15 എണ്ണം ഉരുട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ പകുതിയോളം കഴിക്കാനുള്ള റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 15 ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ വേഗം തന്നെ ഇത് തയ്യാറാക്കി നോക്കിക്കോളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.